നല്ല തണുപ്പ് കാലമായതുകൊണ്ട്, ചൂട് കാലമായതുകൊണ്ട് തണുത്ത സാധനം വയറ്റിലൂടെ ചെല്ലുമ്പോൾ നല്ല സുഖമാണ്. ഇപ്പം ഭയങ്കര ചൂടാണ്. ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. എൻ്റെ പ്രോത്സാഹനവും നിങ്ങളാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് അടിക്കാൻ പോകുന്ന ഒരു മാങ്ങാ ജ്യൂസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മാങ്ങാ ജ്യൂസ്. ഇതിപ്പം 2 മാങ്ങയുണ്ട്. ഇന്നിപ്പോൾ 2 മാങ്ങ ജ്യൂസ് അടിക്കാൻ പോവാണ്. അതിൽ മാങ്ങ 2 ഏലക്കയാണ് ചേർക്കുന്നത്. ഇത് ഏലക്കയാണ്. അപ്പം ഏലക്ക കുരുവും തൊലിയോടും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. തൊലിക്ക് മണവും കുരുവിന് ടേസ്റ്റും. ഇപ്പം 2 ഏലക്ക ഇട്ടു. നമുക്കത് 1 കപ്പ് പഞ്ചസാര ഇടുക. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. പിന്നെ 2-3 ഐസ് കട്ട ഇടുക. ഐസ് കട്ട 2-3 ഇടുക. 1 കപ്പ്, ഒരു 1.5 ഗ്ലാസ് പാലും കൂടി ചേർക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് പാൽ. നമ്മളിത് അടിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പാലും ചേർക്കാം. ഇപ്പം ഞാനിത് അടിച്ചെടുക്കുകയാണ്. ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പാത്രത്തിലോട്ടാക്കുകയാണ്. പാത്രത്തിലോട്ട് ഇതാണ് ജ്യൂസ്. ഇതാണ് പരുവം. നമ്മളതിലോട്ട് ഐസ് കട്ട ഇടുകയാണ്. ഐസ് കട്ട ഇട്ട് ഇപ്പം ചൂട് കാലമല്ലേ, ഇപ്പം ജ്യൂസ് അതാണ്. ഇന്നിപ്പോൾ എല്ലാം ജ്യൂസാണ്. ഇപ്പം ചൂട് കാലമായതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാം. എല്ലാവരും ഇപ്പം നല്ല ജ്യൂസ് കുടിക്കേണ്ട സമയമാണ്. തണുപ്പ് ഒക്കെ ഉണ്ടാക്കി കുടിക്കുക. ഇതാണ് മാങ്ങാ ജ്യൂസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മാങ്ങാ ജ്യൂസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മാങ്ങാ ജ്യൂസാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ.